കിച്ചണിൽ ഹോംമെയ്ഡ് ഗ്രീൻ ചില്ലി സോസാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: നല്ല വലുപ്പമുള്ള നല്ല എരിവുള്ള പച്ചമുളക്, ഈ സൈസുള്ള മുളക് നുറുക്കിടാം. നല്ല എരിവുള്ള മുളകാണത്. എരിവ് കുറവുണ്ടെങ്കിൽ നമ്മൾ നല്ല എരിവുള്ള കപ്പമുളക് എടുക്കുക, പിന്നെ നോർമൽ മുളകും എടുക്കുക, പകുതിയും പകുതിയായിട്ട് എടുക്കുക. ഇതിപ്പോൾ നല്ല എരിവുള്ളതാണ്, നല്ല എരിവും പുളിയൊക്കെയുള്ള സോസാണത്. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതും നമ്മളൊന്ന് ചെറുതാക്കി നുറുക്കിടാം. മിക്സിയിൽ ഇങ്ങനെ അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ കായത്തിൻ്റെ പൊടി, ഞാൻ കായത്തിൽ ചെറിയൊരു കഷ്ണം ചൂടാക്കി പൊടിച്ചതാണ്, ഫ്രഷായിട്ട് കിട്ടാനായിട്ട്. ജീരകം 2 ടീസ്പൂൺ, വിനാഗിരി അത്യാവശ്യം വേണം, അരക്കപ്പോളം വേണം വിനാഗിരി. വെളുത്തുള്ളി 8 അല്ലി നീളത്തിൽ നുറുക്കിയത്, സവോള ചെറുതാക്കി നുറുക്കിയത്, ഉപ്പ് ആവശ്യത്തിന്, ഒരു ചെറുനാരങ്ങ, പഞ്ചസാര. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. അതിലേക്ക് ജീരകം ചേർക്കാം. വെള്ളം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജീരകം ചേർക്കാം. ജീരകം പൊട്ടിയതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ച കായം ചേർക്കാം. അതിലേക്ക് സവോള അരിഞ്ഞ് വെച്ച് ചേർക്കാം, ചെറുതാക്കി നുറുക്കണം. പിന്നെ വെളുത്തുള്ളി നുറുക്കി വെച്ചത്, പച്ചമുളക്, പിന്നെ ഇഞ്ചി ഒന്ന് ചെറുതാക്കി ഇടാം, അരച്ചെടുക്കാനുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നല്ല ഉപ്പും എരിവൊക്കെയുള്ള സോസാണത്. കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കാം. നല്ലോണം ഒന്ന് വെന്തിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. എരിവ് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് ഷുഗർ ചേർക്കണതിലേക്ക്. അത് ഈ സമയത്ത് കുറച്ച് വെന്ത് വരുമ്പോൾ ചേർക്കാം. ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ചൂടാറി മിക്സിയിൽ അരച്ചെടുക്കാം. 10 മിനിറ്റ് ഇത് നല്ല കട്ടിയുള്ള പാത്രത്തിൽ വെച്ച് ഇങ്ങനെ ചൂടാക്കിയിട്ട് അത് കാരണം പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വെക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ച് വെക്കാം. ചൂടാറിയിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇത് ചൂടാറിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച പച്ചമുളക് ചൂടാറിയിട്ട് ഇനി നമുക്ക് ഒരു മിക്സിയിലെ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു തരി കരട് വരെ പാടില്ല. അധികമുള്ള കാരണം 2 ട്രിപ്പായിട്ട് അരയ്ക്കുന്നത് നല്ലത്. ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർക്കാം കുറച്ച്. ഇനി ഇത് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വീഴ്ത്താം. പാനിട്ട് വെള്ളം വറ്റിയിട്ട് വേണം നമുക്ക് ചേർക്കാനായിട്ട്. നല്ല ഫൈനായി അരയണം. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. നല്ല എരിവുള്ള സോസാണ്. നമ്മൾ പുറത്തുനിന്ന് മായങ്ങളൊന്നും ചേർത്തിട്ടില്ല, അജിനോമോട്ടോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. അത് കാരണം വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയ കാരണം നല്ല ഗുണമുള്ള സോസാണ്. പുറത്ത് വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ്. സിമ്പിളായി തയ്യാറാക്കാം. ഇളക്കി ഒരു തള വരണ വരെ ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. കുറച്ച് വിനാഗിരിയും കപ്പിൽ ചേർത്ത് മിക്സിയിൽ ചേർത്ത് ഒന്ന് കുലുക്കിയെടുക്കാം. കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഒരു ലൂസ് കിട്ടും.
സോസ് തയ്യാറായിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിനും ഗ്രീൻ ചില്ലി സോസ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് പകർത്താം. ഇത് ഒരു 6 മാസം വരെ കേടുകൂടാതിരിക്കും. നല്ലോണം വെള്ളമില്ലാണ്ട് ഒരു ചില്ല് പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നാശമാവാണ്ടിരുന്നോളൂ. നമ്മുടെ ഹോം മെയ്ഡ് ഗ്രീൻ ചില്ലി സോസ് തയ്യാറായി കഴിഞ്ഞു. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.